സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതാരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ നമ്മുടെ സർക്കാരിനെ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കേരളീയം ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച സർക്കാർ എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. കടക്കെണിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഒരു കേരളീയത്തിന്റെ കൂടി ആവശ്യകത എന്താണ്? കഴിഞ്ഞ കേരളീയത്തിൽ തന്നെ എന്തുമാത്രം വിമർശനങ്ങൾ സർക്കാർ നേരിട്ടു എന്നത് നമ്മൾ കണ്ടതാണ്. വീണ്ടും അത്തരമൊരു പരിപാടി കൂടി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. കേരളീയം 2024 പരിപാടി നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘടനാ സമിതി യോഗം ചേർന്നു. അവധിക്കാലമായതിനാൽ കൂടുതൽ പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡിസംബറിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ പരിപാടിയുടെ ചിലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് നിർദ്ദേശം. കഴിഞ്ഞ കേരളീയത്തിന്റെ കണക്കുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വർഷവും കേരളീയം നടത്തുമെന്ന് കഴിഞ്ഞ വർഷം പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വർഷത്തെ ബജറ്റിൽ തന്നെ കേരളീയത്തിന് 10 കോടി രൂപ മാറ്റിവെച്ചതായി അറിയിച്ചിരുന്നു. തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടികൾ മുടക്കിയാണ് കലാസാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ അണിനിരത്തി കേരളീയം സംഘടിപ്പിച്ചത്. കമലഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, ശോഭന തുടങ്ങി സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളീയത്തിന്റെ ചിലവിനെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യമുയർത്തിയെങ്കിലും പബ്ലിക് റിലേഷൻസ് വകുപ്പ് ചിലവഴിച്ച കണക്ക് മാത്രമാണ് പുറത്തുവിട്ടത്. ബാക്കി കണക്കുകൾ എവിടെ? വിചാരിച്ചതിനേക്കാൾ അധികം ചിലവ് കേരളീയത്തിന് വേണ്ടി വന്നു. സ്പോൺസർഷിപ്പ് കണക്കുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? ഒരുപക്ഷെ അതിൽ നിങ്ങളുടെ പേഴ്സണൽ ചിലവുകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ കേരളീയത്തിന്റെ സമാപന ദിവസം നടന്ന പരിപാടിക്ക് മാത്രമായി 9,90,000 രൂപയാണ് അനുവദിച്ചത്. കേരളീയം എന്ന പേരിൽ തലസ്ഥാനത്ത് പരിപാടികൾ നടത്തിയിട്ടും മുഴുവൻ സർക്കാർ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും എന്തിനൊക്കെ എത്ര തുക ചെലവായി എന്നത് കണക്കുകളിലില്ല. കഴിഞ്ഞ കേരളീയം നേരിട്ട മറ്റൊരു വിമർശനമായിരുന്നു ആദിവാസികളെ കോലം കെട്ടിച്ചു നിർത്തിയത്. കുടിലുകളും ഏറുമാടവും കെട്ടി പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് 5 ആദിവാസി ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ വേഷം കെട്ടിച്ചു നിർത്തിയത്. അല്ല, ഈ കാലചരിത്രമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഏറ്റവും ഉചിതമായിരുന്നത് സഖാക്കളുടെ പഴയ കാലത്തെ പരിപ്പ് വടയും കട്ടൻ ചായയും സൈക്കിളിലുള്ള സഞ്ചാരത്തിൽ തുടങ്ങി ഇപ്പോഴത്തെ ബർഗറും സ്വർണ്ണക്കണ്ണടയും ഓഡി ബെൻസും മുതലായ വാഹനങ്ങളിലെ സഞ്ചാരത്തിലേക്കുണ്ടായ പുരോഗതിയായിരുന്നു. അല്ലാതെ പാവപ്പെട്ട ആദിവാസികളെ അവർ പണ്ടെങ്ങോ ധരിച്ചിരുന്നു എന്ന് പറയപ്പെട്ട വേഷഭൂഷാദികൾ അണിയിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഭരണനിർവഹണത്തിന്റെ ചിലവിന് പണം തികയുന്നില്ലെന്ന സർക്കാർ വാദത്തിന് പിന്നിലാണ് ഈ അത്യാഡംബര പരിപാടി. ക്ഷേമ പെൻഷനുകൾക്കും റോഡ് വികസനത്തിനും സ്കൂൾ ഉച്ചഭക്ഷണത്തിനും പണം നൽകാതെയാണ് വെറും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് കേരളീയം പരിപാടി നടത്തുന്നത്. ഇതാണോ മുഖ്യന്റെ തിരുത്ത്? ഇങ്ങനെയാണോ തിരുത്തേണ്ടത്? ഇനി എപ്പോഴാണ് തിരുത്താൻ പോകുന്നത്?